പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ആർദ്രമായ സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് ദിവസമായിട്ട് സിനിമയെ പറ്റി പറയുന്നു, സിനിമയുടെ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു. കേരളത്തിൽ ഏറ്റവും വലിയൊരു സംഭവം നടന്നു കഴിഞ്ഞിരിക്കുന്നു. കാരണം 5 കൊല്ലത്തിന് ശേഷം നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഒരു മാമാങ്കമാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ജനാധിപത്യ പ്രക്രിയയിൽ എല്ലാവരും വോട്ട് ചെയ്ത് നമ്മൾ ആഘോഷപൂർവ്വമാണ്, മലയാളികളെ സംബന്ധിച്ച് വളരെ ആഘോഷപൂർവ്വം വോട്ടിടുന്നതാണ്. ഇപ്പോഴും എല്ലാ പ്രാവശ്യവും വിചാരിക്കും ഇനി വോട്ടിടാൻ പോകത്തില്ല എന്ന് വിചാരിച്ചാലും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമുക്കൊരു പ്രത്യേക ഉണർവ് അല്ലേ. ഭൂരിപക്ഷം മലയാളികൾക്ക് അങ്ങനെ തന്നെയാണ്. അതുതന്നെയാണ് വോട്ടിംഗ് പാറ്റേണും കാണുന്നത്. 80% മുകളിൽ വോട്ട് എടുപ്പ് നടന്നു എന്നാണ് അറിയുന്നത്. അപ്പോൾ ആര് ജയിക്കും എന്നുള്ള കൂട്ടിക്കുഴയ്ക്കൽ തന്നെയാണ്. അത് മെയ് 4 വരെ നീണ്ടു നിൽക്കും. ഏതെങ്കിലുമൊക്കെ വാർത്തകൾ വേണ്ടേ. പല പ്രവചനങ്ങളും വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പ്രവചനങ്ങൾ കൂടുതലും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF അനുകൂലമായിട്ടാണ് പല പ്രവചനങ്ങളും വന്നിരിക്കുന്നത്. അതെനിക്ക് തോന്നുന്നു 75 മുതൽ 102, 110 വരെയൊക്കെ പലരും പറയുന്നുണ്ട്. പ്രവചനങ്ങൾ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു റാഷിദിൻ്റെ പ്രവചനമാണ് നമ്മളെ പലപ്പോഴും നോക്കിക്കാണാൻ പ്രേരിപ്പിക്കുന്നത്. കാരണം അതൊരു പ്രത്യേക രീതിയിലുള്ള പ്രവചനങ്ങളാണ്. വടകരയിലെ ഷാഫി പറമ്പിൽ ജയിക്കും എന്ന് പറഞ്ഞ് അത് കൃത്യമായിട്ട് 1,00,000 മുകളിൽ ജയിക്കും എന്ന് പറഞ്ഞത് കൃത്യമായിട്ട് വന്നു. പല ഉപതെരഞ്ഞെടുപ്പുകളിലെ പ്രവചനങ്ങൾ ശരിയായി വന്നു, ചിലതൊക്കെ തെറ്റിയിട്ടുണ്ടെങ്കിലും. അപ്പോൾ റാഷിദിൻ്റെ പ്രവചനം നമ്മൾ പലപ്പോഴും നോക്കിക്കാണാറുണ്ട്. റാഷിദിൻ്റെ പ്രവചനം അനുസരിച്ച് 91 മുതൽ 102 സീറ്റ് വരെ UDF നേടും എന്ന് തന്നെയാണ് പറയുന്നത്. പലരും 110 പറയുന്നു, 110, 115 ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ചോദിക്കുന്ന മറ്റൊരു കൂട്ടരുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു തരംഗം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പറയുന്നത് അടുത്തൊക്കെ എത്താനുള്ള സാധ്യതയുണ്ട്. ഒരു ഭരണവിരുദ്ധ വികാരമാണോ എന്നെനിക്കറിയില്ല. ഒരു മടുപ്പ് സർക്കാരിനെ പറ്റി ഉണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. നമ്മൾ പലരുമായിട്ട് സംസാരിക്കുമ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നവരും ഇടതുപക്ഷ അനുഭാവികളും ഒക്കെ തന്നെ പറയാറുണ്ട്, ഇനി ഒരു പ്രാവശ്യം കൂടി എൻ്റെ രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വന്നാൽ, 3ാം തവണ ഇടതുപക്ഷം അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ പാർട്ടിയുടെ തകർച്ചയ്ക്ക് ഇടയാകും എന്ന് പറയുന്ന പലരുമുണ്ട്. അതല്ല, ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വരും എന്ന് വിശ്വസിക്കുന്ന മറ്റൊരു കൂട്ടരുണ്ട്. അതല്ല, ഈ പ്രാവശ്യം മാറ്റത്തിൻ്റെ കാറ്റ് വീശുന്നു, UDF അധികാരത്തിൽ വരും, അതല്ലേ അവർ രണ്ടുപേരും അല്ല ഞങ്ങൾ അധികാരത്തിൽ വരും എന്ന് പറയുന്ന BJPക്കാരുമുണ്ട്. ഏതായാലും ടൈറ്റ് മത്സരം തന്നെയായിരുന്നു. പലയിടത്തും ടൈറ്റ് മത്സരമെങ്കിൽ തോന്നുമെങ്കിലും എനിക്ക് തോന്നുന്നു വോട്ട് എണ്ണി കഴിയുമ്പോൾ ഈ ടൈറ്റൊന്നും കാണാൻ സാധ്യതയില്ലെന്ന് തോന്നുന്നു. നമ്മൾ പലപ്പോഴും ടൈറ്റ് മത്സരങ്ങളെല്ലാം ഈ വാർത്താ ചാനലുകൾ ഉണ്ടാകുന്ന ടൈറ്റുകളാണ്. ഈ ലോക്സഭ ഇലക്ഷന് നമ്മൾ കണ്ടു, ടൈറ്റാണെന്നൊക്കെ പറഞ്ഞു എത്രയായി 18ഉം 1-1 വീതം വെച്ച് മാറുന്നതാണ്. അതുപോലെ പഞ്ചായത്ത് മുനിസിപ്പൽ ഇലക്ഷൻ വന്നപ്പോഴും ഈ ടൈറ്റാണെന്ന് പറഞ്ഞെങ്കിലും ബഹുദൂരം UDF മുന്നേറി. അതുതന്നെയാണ് നമ്മളിപ്പം പറയുന്ന ട്രെൻഡ് UDF അനുകൂലമാണ് എന്ന് പറയാനുള്ള കാരണം കുറച്ച് നാളായിട്ട് ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളത് സത്യമാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് നമ്മൾ പലരോടും ചോദിക്കുമ്പോൾ കേൾക്കും. സർക്കാരുകൾ പല നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും ഒരു ചീത്ത കാര്യം കഴിഞ്ഞാൽ അതാണല്ലോ വലിയ പ്രശ്നം. സർക്കാരിൻ്റെ പല നല്ല കാര്യങ്ങളുമുണ്ട്. അതൊന്നും എനിക്ക് തോന്നുന്നു ഈ വോട്ടെടുപ്പിനെ ബാധിച്ചിട്ടേ ഇല്ല എന്ന് തോന്നുന്നു. ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളത് 100% ഉറപ്പാണ്. അതൊരു തരംഗമായിട്ട് ആഞ്ഞടിക്കുകയാണെങ്കിൽ 100ന് മുകളിലുള്ള സീറ്റ് നേടി UDF അധികാരത്തിൽ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതല്ല, തരംഗമില്ലെങ്കിൽ അതൊരു മാറ്റത്തിൻ്റെ കാറ്റാണെങ്കിൽ ഏകദേശം 75 സീറ്റെങ്കിലും നേടി UDF അധികാരത്തിൽ വരും. അതാണ് നമ്മുടെ കണക്കുകൂട്ടാൻ. നിങ്ങളുടെ പ്രദേശത്തെയൊക്കെ രാഷ്ട്രീയം മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് കമൻ്റായിട്ട് എഴുതുമല്ലോ. ഏതായാലും ഇനി മെയ് 4 വരെ എല്ലാവരും ഇങ്ങനെ കൂട്ടിയും കുറച്ചും ഇങ്ങനെ കണക്ക് കൂട്ടിക്കൊണ്ടേയിരിക്കും. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു അവർ പോലും പ്രതീക്ഷിക്കുന്നില്ല എന്ന് തോന്നുന്നു. ഒരു 3ാം തവണ അധികാരത്തിൽ വരുമെന്ന് അവർ പോലും പ്രതീക്ഷിക്കുന്നില്ല എന്ന് തോന്നുന്നു. അതിന് പല പല കാരണങ്ങളുണ്ട്. അത്ഭുതങ്ങൾ സംഭവിക്കണം അല്ലേ. ഇടതുപക്ഷം അധികാരത്തിൽ വരികയാണെങ്കിൽ അതൊരു വൻ അത്ഭുതമായിരിക്കും.
നമ്മളെല്ലാം പറഞ്ഞിട്ടും എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷം ആൾക്കാരെതിരായിട്ടും ഇടതുപക്ഷം അധികാരത്തിൽ വരികയാണെന്ന് പറയുവാണെങ്കിൽ ഇടതുപക്ഷം പറഞ്ഞതെല്ലാം ആൾക്കാരെ വിശ്വസിച്ച് ഒരു വികസന കാഴ്ചപ്പാടിനുള്ള അംഗീകാരമാണെന്ന് സമ്മതിച്ചേ പറ്റൂ. ജനാധിപത്യമാണ്. ജനാധിപത്യത്തിൽ ആർക്ക് വോട്ട് ചെയ്തു എന്ന് നമുക്ക് ഒരു കാരണവശാലും പറയാൻ പറ്റത്തില്ല. പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പലരും പോസ്റ്റർ ഒട്ടിച്ച് ഭയങ്കര ഗീർവാണം മുഴക്കി മൈക്കിനകത്തൂടെയും പ്രകടനം ഒക്കെ നടത്തുന്നത് കണ്ടിട്ടുണ്ട്. ആൾക്കാരുടെ ചെവിതല കേൾക്കണ്ടെന്ന് പറയും. പക്ഷെ അതൊന്നും തന്നെ ഒരു മനുഷ്യൻ്റെ ഇതിനെയൊന്നും ബാധിക്കാറില്ലല്ലേ. നമുക്കറിയാം ആർക്ക് വോട്ട് ചെയ്യണമെന്ന് നേരത്തെ തന്നെ തീരുമാനമായിട്ടുണ്ട്. കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ അത് ചില കാര്യങ്ങൾ മുൻനിർത്തി മാത്രം. ജാതി നോക്കി ചെയ്യുന്നവരുണ്ട്, അല്ല രാഷ്ട്രീയ പാർട്ടി നോക്കി ചെയ്യുന്ന കുറച്ച് ആൾക്കാർ. ചിലവരൊക്കെ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന ആൾക്കാരെ ചെയ്യത്തുള്ളൂ എന്ന്. അതൊക്കെ തന്നെ നേരത്തെ നമ്മൾ തീരുമാനിച്ചു. ആ വോട്ടെടുപ്പ് ദിവസം രാവിലെ പോകുന്നു. ഈ പ്രാവശ്യത്തിന് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഉച്ചയായപ്പോഴത്തേന് 50% വോട്ട് ചെയ്തു എന്നുള്ളതാണ്. അത് എനിക്ക് തോന്നുന്നു ഒരു ട്രെൻഡ് തന്നെയാണ്. കാരണം എന്തോ തീരുമാനിച്ച് ഉറപ്പിച്ച് തന്നെയാണ് ആൾക്കാർ വോട്ടിടാൻ പോയിരിക്കുന്നത് എന്ന്. അത് ഭരണകൂടത്തിന് അനുകൂലമായിട്ടാണോ ഭരണവിരുദ്ധമാണോ എന്നുള്ളത് വോട്ട് എനിക്ക് കഴിയുമ്പോൾ അറിയാം. ഏതായാലും ട്രെൻഡ് ഇപ്പോൾ UDF തന്നെ അനുകൂലമാണ് എന്നാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട്. വരുന്ന സർവേകളെല്ലാം കാണിക്കുന്നതും അതുതന്നെയാണ്. അത് കാണട്ടെ. ഇപ്പം നമ്മളിത് പറയാനുള്ളൊരു കാരണം തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു. ഇനി നമ്മളെന്ത് പറഞ്ഞാലും അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല. ഒരു രാഷ്ട്രീയ പാർട്ടികൾക്ക് അനുകൂലമായി നിൽക്കണ്ട എന്ന് വിചാരിച്ചാൽ നമ്മളുടെ സബ്സ്ക്രൈബർമാരിൽ പലരും പല രാഷ്ട്രീയ പാർട്ടിയെ വിശ്വസിക്കുന്നവരുമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വിഷയം നമ്മൾ കൈകാര്യം ചെയ്യേണ്ട എന്ന് വിചാരിച്ചത്. എന്തായാലും തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു, ജനങ്ങളുടെ ഉത്സവം കഴിഞ്ഞു. മെയ് 4 വോട്ടിടുന്നു. അതൊരു ഭരണമാറ്റമാണോ, പുതിയ ഭരണം വരുമോ ഇല്ലയോ എന്നൊക്കെയുള്ളത് നോക്കി കാണണം. ഏതായാലും പുതിയ ഭരണം തന്നെയായിരിക്കും. LDF വന്നാലും UDF വന്നാലും അല്ലേ. LDF വന്നാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയായിരിക്കും. പക്ഷേ മറ്റൊരു മുഖ്യമന്ത്രിമാരൊക്കെ മാറിയെന്നിരിക്കും. അതൊരു പുതിയ ഭരണം തന്നെയായിരിക്കും. UDF വന്നാലും പുതിയൊരു ഭരണം തന്നെയായിരിക്കും. UDFനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. കാരണം 10 കൊല്ലം പ്രതിപക്ഷത്തിരുന്നതിന് ശേഷം അവർക്ക് കിട്ടുന്ന ഒരു അവസരമാണ്. ഒരുപക്ഷെ ഈ പ്രാവശ്യം കൂടെ കിട്ടിയില്ലെങ്കിൽ ജീവിതത്തിൽ കിട്ടാനുള്ള സാധ്യത കുറവാണ്. അതുപോലെ LDFനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. കാരണം ഇന്ത്യയിൽ ആകെപ്പാടെ അവർക്ക് ഭരണമുള്ള ഒരു സ്ഥലമേ ഉള്ളൂ, കേരളം. അതും കൂടെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിടിച്ചു കയറാൻ വലിയ പാടായിരിക്കും. അതും BJPയെ സംബന്ധിച്ച് അതുപോലെ തന്നെ പല പ്രാവശ്യവും പറയാറുണ്ട്, ഞങ്ങൾ അധികാരത്തിൽ കയറും അല്ലെങ്കിൽ ഞങ്ങളൊരു സീറ്റ് പിടിക്കും എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ഒറ്റ പ്രാവശ്യം ശരിയായിട്ടില്ല. ഈ പ്രാവശ്യം 2 സീറ്റെങ്കിലും അവർക്ക് കിട്ടും എന്നൊക്കെയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. എല്ലാ പ്രാവശ്യവും പ്രതീക്ഷിക്കും, പക്ഷേ ഒന്നും കിട്ടാറില്ല. അത് ഈ പ്രാവശ്യം ആവർത്തിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഈ പ്രാവശ്യം നോക്കുന്നത്. ഏതായാലും UDFൻ്റെ 100, LDFൻ്റെ തുടർച്ച, BJPയുടെ ഒരു മാറ്റം, ഇതൊക്കെ തന്നെയാണ് ആൾക്കാർ നോക്കിയിരിക്കുന്നത്. ഇതൊക്കെ കൃത്യമായിട്ട് അറിയണമെങ്കിൽ മെയ് 4 തന്നെ കാത്തിരിക്കണം. അപ്പോൾ അതിനുശേഷം വീണ്ടും നമുക്ക് സംസാരിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്താം. നിങ്ങൾ എന്ത് കരുതുന്നു എന്നുള്ളത് കമൻ്റായിട്ട് എഴുതുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ. ഓക്കെ, ബൈ.